കയർ ബോർഡിൽ തൊഴിൽ പീഡന പരാതി നൽകിയ ജീവനക്കാരി മരിച്ച സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാനൊരുങ്ങി കുടുംബം. കയർ ബോർഡ് ചെയർമാന്റെയും മുൻ സെക്രട്ടറിയുടെയും തൊഴിൽ പീഡനത്തിന് ജോളി മധു ഇരയായിരുന്നുവെന്നാണ് പരാതി. അഴിമതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതിൽ മേലുദ്യോഗസ്ഥർ പ്രതികാര ബുദ്ധിയോടെ പെരുമാറിയെന്നും കുടുംബം ആരോപിച്ചു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കയർ ബോർഡിന്റെ കൊച്ചി ഓഫീസിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ ചുമതലയുള്ള സെക്ഷൻ ഓഫീസറായിരുന്നു ജോളി. തലയിലെ രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. തൊഴിലിടത്ത് ജോളി കടുത്ത മാനസിക പീഡനം നേരിട്ടുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. ജോളി മധു മരിച്ചത് തീർച്ചയായിട്ടും മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടാണ്. ഓഗസ്റ്റ് 14-ാം തീയതി ഒരു ട്രാൻസ്ഫർ ഓർഡർ സഡനായിട്ട് 56 വയസ്സുള്ള വിധയും ക്യാൻസർ സർവൈവറുമായിട്ടുള്ള ജോളി മധുവിന് ഇഷ്യൂ ചെയ്തു. സെപ്റ്റംബർ അവസാനം വന്നു പോയില്ല എന്നും പറഞ്ഞ് ശമ്പളം പിടിച്ചു വെച്ചു. അത് കഴിഞ്ഞ് മരിക്കുന്നവരെ ശമ്പളം കൊടുത്തില്ല. അങ്ങനെ ഇറ്റ്സ് എ കംപ്ലീറ്റ് വയലേഷൻ ഓഫ് ഓൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൂൾസ്. കയർ ബോർഡ് ചെയർമാനും മുൻ സെക്രട്ടറിക്കുമെതിരെയാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. ഇപ്പോഴത്തെ വിപുൽ ഗോയൽ എന്ന് പറഞ്ഞ ചെയർമാനും, കാരണം അയാളാണല്ലോ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇരിക്കുന്നത്, അയാളും അതിൻ്റെ താഴെ ഉണ്ടായിരുന്ന JK ശുക്ല എന്നുള്ള ആൾ, ഇവർ രണ്ടുപേരുമാണ് ഇത്രയും നാളെ സമ്മർദ്ദങ്ങൾ മുഴുവൻ ചിലവാക്കിയത്. അപ്പം ഇതിൻ്റെ എല്ലാം എഴുത്തുകളും എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പം ഈ പറയുന്ന ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ജോളി നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതും കൂടെ അപ്രൂവ് ചെയ്യണം. ആ നോട്ടുകൾ അവർ പറയുന്ന പോലെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തില്ല, പുതിയ ആളുകൾ പറയുന്ന പോലെ കൊടുത്തില്ല. അതാണ് ജോളിക്കെതിരായിട്ടുള്ള പ്രശ്നം. എന്നാൽ ജോളിയുടെ കുടുംബത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന കയർ ബോർഡ്. ലീവും ശമ്പളവും നൽകിയിരുന്നുവെന്നും പരാതിക്കാരിയുടെ ആരോഗ്യസ്ഥിതി അറിഞ്ഞപ്പോൾ സ്ഥലം മാറ്റം റദ്ദാക്കിയിരുന്നുവെന്നും കയർ ബോർഡ് വിശദീകരിക്കുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.